നമസ്കാരം. 2025 തുടങ്ങിയതിന് ശേഷം നമുക്കിപ്പം മനസ്സിന് നല്ല ആശ്വാസമാണല്ലേ? കാരണം ആശ്വാസം പകർന്നു നൽകുന്ന രീതിയിലുള്ള വാർത്തകളാണല്ലോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന, ഭയാനകമായിട്ടുള്ള പല വാർത്തകളും നമുക്കിപ്പോൾ കേൾക്കേണ്ടി വരുവാണ്. ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ ചെയ്യുമോ? നമ്മുടെ നാടിന്റെ പോക്ക് ഇതെങ്ങോട്ടാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ. ഒരു വാർത്ത കേട്ട് അത് കേട്ട് ഞെട്ടിത്തരിച്ച് അതിന്റെ ആഘാതം മാറുന്നതിന് മുമ്പ് അടുത്ത വാർത്ത വരുവാണ്. ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ഇടിവെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നല്ല രീതിയിലുള്ള ഭയം ഉണ്ടാകും. പക്ഷേ ഭയപ്പെട്ടിട്ടോ പേടിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ഇനി വരാനിരിക്കുന്ന സമയങ്ങളിൽ ഇതുപോലെയുള്ള വാർത്തകളായിരിക്കും നമുക്ക് കേൾക്കേണ്ടി വരുന്നത്. ഇതിനെക്കാട്ടിൽ മാരകമായിട്ടുള്ള ഭീകരമായിട്ടുള്ള വേർഷനുകളൊക്കെ നമുക്ക് കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോഴേ മനസ്സ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊള്ളാം. അന്നൊരു പാനിക് അറ്റാക്ക് വരണ്ട എന്നുണ്ടെങ്കിൽ ഇപ്പോഴേ മനസ്സ് പ്രിപ്പയർ ചെയ്തോളുക. ഇനി ഇതുപോലെയുള്ള വാർത്തകളെ നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒന്നോ രണ്ടോ നന്മയുള്ള വാർത്തകളൊക്കെ കേട്ടാൽ നല്ലത്. അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഞാനൊരു വീഡിയോ കണ്ടു. ഈ വീഡിയോ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നടന്ന സംഭവത്തിൻ്റെ സോളിഡ് എവിഡൻസ് ആണ്. ആ വീഡിയോ കണ്ട ഓരോ സ്ത്രീയുടെ ഉള്ളിൽ ഒരു തീപ്പൊരി വീണിട്ടുണ്ടായിരിക്കും. അതുപോലെ നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു വീഡിയോ. ആ വീഡിയോ കണ്ടവരുടെ എല്ലാവരുടെയും ഉള്ളിൽ ആ സംഭവത്തിന് പ്രതിയായിട്ടുള്ള ആൾക്കാരെ മുഴുവനായിട്ടും പിടിക്കണം എന്നുള്ളൊരു വികാരമായിരിക്കും ഉണ്ടായിട്ടുണ്ടാകുക. അത് കണ്ട അച്ഛനമ്മമാരും മാതാപിതാക്കളും ഒക്കെ ഭയപ്പെട്ടിട്ടുണ്ടായിരിക്കും. അമ്മമാരും അനിയത്തിമാരും ചേച്ചിമാരും ഒക്കെ ഭയപ്പെട്ടിട്ടുണ്ടായിരിക്കും അതുപോലെയുള്ളൊരു വീഡിയോ. അപ്പം എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 ദിവസം മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ആണ്. മുക്കത്തൊരു ഹോട്ടൽ, സാങ്കേതം ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരി, ആ ജീവനക്കാരിയായിട്ടുള്ള പെൺകുട്ടിയെ ആ ഹോട്ടലിന്റെ ഉടമയായിട്ടുള്ള ദേവദാസ് 2 ആൾക്കാരെയും കൂട്ടി വന്ന് അവർ താമസിച്ചിരുന്ന വീട്ടിലേക്ക് ചെന്ന് ആ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഇവരുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടി ആ വീടിന്റെ 1ാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് ചാടുകയാണ്. പരിക്കേറ്റിട്ടുണ്ട്. നട്ടലിനും കൈക്കും കാലിനും ഒക്കെ തന്നെ സാരമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട്. അപ്പം ആ സംഭവം ഉണ്ടായ അന്നത്തെ ദിവസം തന്നെ ഈ പെൺകുട്ടിയുടെ മൊഴി എടുക്കാൻ വേണ്ടി പോലീസുകാർ വന്ന് പെൺകുട്ടിയുടെ മൊഴി 3-4 തവണ എടുത്തെന്നാണ് പറയുന്നത്. പക്ഷേ പോലീസുകാർ എന്ത് ചെയ്തില്ല? ഈ പ്രതികളെ പിടിക്കാൻ തയ്യാറായിട്ടില്ല. 3 പേരാണ്. ആ 3 പേരിൽ ഒരാൾ ദേവദാസ് എന്ന് പറയുന്ന ഈ ഹോട്ടൽ ഉടമയാണ്. അപ്പൊ ഈ പെൺകുട്ടി ആ ഹോട്ടലിൽ ജോലി ചെയ്യാൻ കയറിയിട്ട് ഇപ്പൊ 3 മാസമായതേ ഉള്ളൂ. ആദ്യ സമയത്തൊക്കെ തന്നെ ഈ വ്യക്തിയുടെ ദേവദാസിന്റെ അപ്രോച്ച് എന്ന് പറയുന്നത് വളരെ മാന്യമായിട്ടുള്ള രീതിയിലായിരുന്നു. ഒരു ഫാദർലി അഫെക്ഷൻ ആണ് ആ പെൺകുട്ടിയോട് കാണിച്ചത്. വളരെ ബഹുമാനത്തോടുകൂടി മാന്യമായിട്ട് പെരുമാറി. പിന്നെ പയ്യെ ഇയാളുടെ അപ്രോച്ച് മാറി, ആറ്റിറ്റ്യൂഡ് മാറി. ഈ പെൺകുട്ടി അയാൾക്ക് വഴങ്ങി കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള മെസ്സേജുകളൊക്കെ അയക്കാൻ തുടങ്ങി. പക്ഷേ ഈ പെൺകുട്ടി വഴങ്ങാൻ തയ്യാറായില്ല. പെൺകുട്ടി പറഞ്ഞു, ഇനി ഇങ്ങനത്തെ മെസ്സേജുകളൊക്കെ അയച്ചു കഴിഞ്ഞാൽ വീട്ടുകാരെ അറിയിക്കും, അയാളുടെ വീട്ടിൽ അറിയിക്കുമെന്നൊക്കെ തന്നെ പെൺകുട്ടി പറഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം. അപ്പോൾ ഈ പെൺകുട്ടി താമസിക്കുന്ന വീട്ടിൽ വേറെ 2 പെൺകുട്ടികളുണ്ട്. 3 പേരാണ് താമസിക്കുന്നത്. പക്ഷെ ആ 2 പെൺകുട്ടികൾ ഇല്ലാതിരുന്ന ദിവസം നോക്കി, ഇല്ലാതിരുന്ന സമയത്ത് വേറെ 2 ആൾക്കാരെയും കൂട്ടി വന്നിട്ടാണ് ഇയാൾ ഈ പരിപാടി കാണിച്ചത്. അപ്പം ആ ദിവസം തന്നെ ആ 3 പേരും മുങ്ങി. പ്രതികളായിട്ടുള്ള 3 പേരും മുങ്ങി. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ആക്ഷൻ ഉണ്ടായില്ല. മാധ്യമപ്രവർത്തകർ എല്ലാവരും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 1-2 ചാനലുകാർ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ പേര് പറയാൻ വേണ്ടി തയ്യാറായിരുന്നില്ല ഈ ഹോട്ടലിന്റെ. അങ്ങനെ പോലീസുകാരും തന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ, അതുകൂടാതെ തന്നെ ഈ ഒളിവിലായിരുന്ന പ്രതികൾ ഈ പെൺകുട്ടിയെ കുറിച്ച് അപവാദം പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഈ പെൺകുട്ടി അങ്ങനെ ഒരു പെൺകുട്ടിയാണ്, മോശക്കാരിയാണ്, ആ രീതിയിൽ. അങ്ങനെ അവസാനം സഹി കെട്ടിയിട്ട് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഒരു വീഡിയോ റിലീസ് ചെയ്തു. അപ്പോൾ ഈ വീഡിയോ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പെൺകുട്ടി ഇവർ ഉപദ്രവിക്കാൻ വരുന്ന സമയത്ത് വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഗെയിമിൽ ഇങ്ങനെ ക്യാമറ റെക്കോർഡിങ്, ഓഡിയോ റെക്കോർഡിങ്, അങ്ങനെ കുറേ ഓപ്ഷനുകളുണ്ടല്ലോ. അപ്പം ഈ സമയത്ത് വീഡിയോ ഗെയിം പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇവർ ഉപദ്രവിക്കാൻ വന്നപ്പോൾ ഈ വീഡിയോ ഗെയിമിലെ ക്യാമറ ഓണായി. അപ്പോൾ ദൃശ്യങ്ങളൊക്കെ തന്നെ ഫെയ്ഡാണ്, പക്ഷെ ഓഡിയോ നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ എന്നെ ഉപദ്രവിക്കരുതേ എന്ന് പെൺകുട്ടി പറയുന്നുണ്ട്, കരഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. ആ സമയത്ത് ഈ ഓണർ എന്ന് പറയുന്ന വ്യക്തി, അങ്കിളാണ്, നീ അലയ്ക്കാൻ പാടില്ല, അലച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ മാനം പോകും എന്ന് തിരിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിലാണ് ഈ പെൺകുട്ടി കുതറി ഓടുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി പറയുന്നുണ്ട്, ഇവരിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാൻ ഈ 1ാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് ചാടുന്നതെന്ന്. പക്ഷെ പോലീസുകാർ FIR എഴുതിയത് പെൺകുട്ടി ആക്സിഡന്റലി താഴേക്ക് വീണതാണെന്നാണ്. വ്യത്യാസം നിങ്ങൾ നോക്കിക്കോണം. പ്രാണരക്ഷാർത്ഥം താഴേക്ക് ചാടുന്നതും ആക്സിഡന്റലി വീഴുന്നതും വലിയൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ പോലീസുകാർ ഇവരെ സംരക്ഷിക്കാനുള്ള ഒരു രീതിയിലാണ് FIR ഇട്ടതും. അപ്പോൾ ഈ വീഡിയോ റിലീസ് ആയതോട് കൂടിയിട്ട് ഇപ്പോൾ എല്ലാവരും ഏറ്റെടുത്തു, എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുത്തു, എല്ലാവരിലേക്കും ചെന്നു. ആ വീഡിയോ അത്രയും ഭയപ്പെടുത്തുന്ന വീഡിയോ ആണ്. ഇപ്പം ആൾക്കാർക്ക് ചൂടായി.
അപ്പോൾ ആ പെൺകുട്ടിയുടെ ഒരു റിലേറ്റീവ് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയ്ക്കകത്ത് റിലേറ്റീവ് പറയുന്നുണ്ട് അവരെ വിളിച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന്. ഈ ഒളിവിലായിട്ടുള്ള പ്രതി, ഈ ഒളിവിലിരുന്ന പ്രതി ഇത്രയും കാര്യങ്ങൾ ചെയ്തു. പെൺകുട്ടിയെക്കുറിച്ച് മോശമായിട്ട് പറയാൻ വേണ്ടി ശ്രമിച്ചു, ഇവരെ വിളിച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ചു. എന്നിട്ടും ഈ ഒളിവിലിരുന്ന 4 ദിവസം ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസുകാർക്ക് കഴിഞ്ഞില്ല. അത്രയും സ്വാധീനമുള്ളത് കൊണ്ടായിരിക്കും. ഇപ്പം ഏതായാലും ആ ഒരു റിലേറ്റീവിന്റെ ആ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. എന്നൊക്കെയാണ് അത് എന്തൊക്കെയോ ദുരൂഹതയിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രതിയെ പിടികൂടാത്ത സാഹചര്യത്തിൽ ഇത്രയും ആയിട്ടും 4 ദിവസമായിട്ടും പ്രതിയെ കുറിച്ച് ഒരു സൂചനയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായ സമയത്ത് നമുക്ക് ഇതിനകത്ത് ചില സംശയിക്കപ്പെടുന്ന ചില സാഹചര്യം ഉണ്ടായിരുന്നു. വിഷമത്തോടുകൂടി നമ്മൾ ആ വീഡിയോ വിട്ടത്. കാരണം ജനങ്ങളെങ്കിലും സത്യം അറിയണം. പ്രത്യേകിച്ച് അദ്ദേഹം മാന്യം എന്ന് പറയപ്പെടുന്ന ആ വ്യക്തി തന്നെ അയാൾ ഒരുപാട് നുണക്കഥകൾ പ്രചരിപ്പിക്കുന്ന സമൂഹത്തിൽ ഈ കുട്ടിക്കെതിരായിട്ട്. അപ്പോൾ സ്വാഭാവികം നമ്മൾ ആ വീഡിയോ പുറത്തുവിട്ടില്ല ജനങ്ങൾ പോലും ചിലപ്പോൾ കുട്ടി സംശയിച്ചു പോകും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പുറത്തുവിട്ടത്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നടക്കുന്ന വാർത്തകളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നിയമപാലകരെ ആയിക്കോട്ടെ, നിയമ സംവിധാനങ്ങളുടെ ആയിക്കോട്ടെ, ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളുടെ ഒക്കെ തന്നെ വലിയ രീതിയിലുള്ളൊരു നിലവാര തകർച്ച റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. ഒളിവിൽ പോയ പ്രതികൾ 4 ദിവസമായിട്ടും അവരെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അവരെ പിടിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഒരു വാട്സപ്പ് ചാറ്റ് ഒരു ഇമ്പോർട്ടന്റ് തെളിവാണ്. ആ വാട്സപ്പ് ചാറ്റ് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല, ടെസ്റ്റ് റിസൾട്ട് പെട്ടെന്ന് വരുന്നില്ല. ഇതൊക്കെ ശരിക്കും നിലവാര തകർച്ചയല്ലേ? മറ്റുള്ള സ്ഥലങ്ങളിൽ അത്യാധുനിക ടെക്നോളജികളൊക്കെ വെച്ചിട്ടാണ് കേസുകൾ തെളിയിക്കാറുള്ളത്. പക്ഷെ ഇവിടെ ഇത്രയും നാളായിട്ടും പണ്ട് ജാമ്പവാന്റെ കാലത്തുള്ള പ്രൊസീജിയർ തന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കേസ് സംഭവിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പ്രതികളെ പിടിക്കുക, തെളിവെടുക്കുക, അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുക. പക്ഷെ ഇവിടെ അത് നടക്കുന്നില്ല. 10-20 ദിവസമൊക്കെ എടുക്കും. ഒളിവിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പോലീസുകാർക്ക് തപ്പിയാൽ പോലും കിട്ടത്തില്ല. ക്രിമിനൽസിൻ്റെ ഉണ്ട് എല്ലാവിധ ടെക്നോളജീസും, പക്ഷേ പോലീസുകാരുടെ ഇല്ല, നിയമപാലകരുടെ ഇല്ല. എങ്ങനെ ഇരിക്കുന്നു? വല്ലാത്തൊരു അയറണി തന്നെ. പക്ഷേ ഇതിപ്പോൾ നല്ല രീതിയിൽ വാർത്തയായതോട് കൂടിയിട്ട് ഈ വീഡിയോ റിലീസ് ആയതിനു ശേഷം പോലീസുകാർക്ക് ചൂട് വന്നു, മാധ്യമങ്ങൾക്ക് ചൂട് വന്നു, എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇപ്പോൾ അയാളെ പിടിച്ചിട്ടുണ്ട്. ദേവദാസ് എന്ന് പറയുന്ന മുഖ്യ പ്രതിയെ പിടിച്ചിട്ടുണ്ട്. ബാക്കി 2 പേരും കിട്ടാനുണ്ട്. പക്ഷെ പിടിച്ചാലും എല്ലാ കേസുകളിലും സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും പ്രതികൾ രക്ഷപ്പെടുന്നത്. പക്ഷേ ഈ കേസിൽ സോളിഡ് എവിഡൻസ് ഉണ്ട്. ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അത്രയും ബുദ്ധിമുട്ട് തോന്നുന്നൊരു വീഡിയോ ആണ്. അതുകൊണ്ടാണ് ഞാൻ പ്ലേ ചെയ്യാത്തത്. പക്ഷേ മാധ്യമങ്ങളൊക്കെ തന്നെ ആ വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം സോളിഡ് ആയിട്ടുള്ള എവിഡൻസ്, വീഡിയോ പ്രൂഫ്, ഡിജിറ്റൽ എവിഡൻസ് ഈ ഒരു കേസിലുണ്ട്. പക്ഷേ എന്നാലും ഇവനൊക്കെ ജാമ്യത്തിലിറങ്ങും. അൺഫോർച്ചുനേറ്റ്ലി ഇവരൊക്കെ ജാമ്യത്തിലിറങ്ങും. അതാണ് നമ്മുടെ നാട്, അതാണ് നമ്മുടെ ലോകം. ഇപ്പോഴും ഇത്തരം സംഭവങ്ങളും ഇത്തരം അതിക്രമങ്ങളും നടക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്. ശക്തമായ ശിക്ഷ കൊടുക്കുന്നില്ല. ഇവനൊക്കെ വേണ്ട അർഹതപ്പെട്ട ശിക്ഷ കിട്ടുന്നില്ല. മാത്രമല്ല പോലീസുകാരായിക്കോട്ടെ, കോടതി ആയിക്കോട്ടെ, എല്ലാം ഒരു പയ്യപ്പോക്ക് നയമാണ്. വേണേ പിടിക്കാം, വേണ്ടെങ്കിൽ പിടിക്കണ്ട. വൈറലായി കഴിഞ്ഞാൽ പിടിക്കാം. അതാണിപ്പം. മാധ്യമങ്ങളായിക്കോട്ടെ, പോലീസുകാരായിക്കോട്ടെ, വാർത്ത വൈറലാകുകയാണെന്നുണ്ടെങ്കിൽ ചൂട് വരും, പിടിക്കാൻ പോകും. ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല. അതാണ് അവസ്ഥ. പരിതാപകരമാണ്. ശരിക്കും നമ്മുടെ രക്ഷ നമ്മൾ തന്നെ നോക്കേണ്ട അവസ്ഥയാണ്. പോലീസുകാർ നമ്മളെ രക്ഷിക്കും, നിയമപാലകരും ബാക്കിയുള്ള നിയമപാലകരായിട്ടുള്ള ആൾക്കാരും ഡിപ്പാർട്ട്മെന്റുകളും ഒക്കെ നമ്മളെ രക്ഷിക്കുമെന്ന് വിചാരിച്ചാണ് നമ്മൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇല്ല. പെൺകുട്ടികളായിക്കോട്ടെ, സ്ത്രീകളായിക്കോട്ടെ, സൂക്ഷിക്കുക. പണ്ടത്തേനെക്കാട്ടിൽ കാട്ടാളന്മാരായിട്ട് വരുവാണ് ഈ നാട്ടിലുള്ള ആൾക്കാർ. എല്ലാവരും സൂക്ഷിക്കുക. പെണ്ണാണെങ്കിലും ആണാണെങ്കിലും സൂക്ഷിക്കുക, സൂക്ഷിച്ച് ജീവിക്കുക. തൻ്റെ ഇടത്തോടു പോയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോവുക. ഇല്ലെന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും സഹായം സ്വീകരിക്കുക. സൂക്ഷിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ ഇനിയുള്ള ഈ ഒരു നാട്ടിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അത്രയും കാട്ടാളന്മാരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ നാട്ടിലുള്ള ആൾക്കാർ. ഇത് എന്തിനെ പഴിക്കണം? കാലഘട്ടത്തിനെ പഴിക്കണോ, സമയത്തെ പഴിക്കണോ, മനുഷ്യന്മാരെ പഴിക്കണോ, ആരെ പഴിക്കണോ നമുക്ക് അറിയത്തില്ല. ഇത്രയും നാളും ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന മനുഷ്യന്മാരുടെയൊക്കെ ഉള്ളിൽ വേറെ പല ചിന്തകളും വരുവാണ്. അപ്പോൾ അതിന് ആരെ പഴിക്കണം അറിയത്തില്ല. അപ്പം സ്വയം സൂക്ഷിക്കുക, സ്വയം രക്ഷിക്കുക, ആൾക്കാരെ തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുക, ആരെയും കണ്ണു അടച്ച് വിശ്വസിക്കാതിരിക്കുക എന്നുള്ള ഒരേ ഒരു വഴിയേ ഉള്ളൂ.